ഹലോ എവരിവൺ, സോളാറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് KSEBിയുടെ പുതിയ ഈ പ്രിന്റ് ചെയ്ത് തരുന്ന ഒറ്റ ഷീറ്റ് ബില്ലിൽ കാണുന്ന ഡീറ്റെയിൽസ് എന്തെല്ലാം എന്നുള്ളതാണ്. നമുക്ക് മുൻകാലങ്ങളിൽ നേരത്തെ നമുക്ക് നിലവിലുള്ള ബാങ്കിങ് യൂണിറ്റ് ഒന്നും ഈ ബില്ലിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ബില്ല് നോക്കാം. ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അയാളുടെ ബില്ല് നോക്കി എത്ര യൂണിറ്റ് എക്സ്പോർട്ട് പോയി, അതുപോലെ എത്ര യൂണിറ്റ് ഇമ്പോർട്ട് വന്നു, അതുപോലെ എത്ര ബാക്കിയുണ്ട്, നമ്മളുടെ ശരാശരി ഉപയോഗം എത്ര, എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റ്സിനായിട്ട് നമ്മുടെ സോളാർ കാർട്ട് എന്നുള്ള ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് KSEB ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ബില്ലാണിത്. നിലവിൽ നമുക്ക് പേര്, നമ്മുടെ വിലാസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോൺ നമ്പർ നമുക്കതിൽ കാണിക്കും. പിന്നെ പോസ്റ്റിൻ നമ്പർ, ഇപ്പോൾ ഏത് ട്രാൻസ്ഫോമിൻ്റെ കീഴെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. ഓക്കെ, നിലവിൽ നമുക്ക് ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് സൈക്കിൾ വരുന്നത് 30 ഡേയ്സ് വാലിഡിറ്റിയിലാണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ താഴെ കാണിക്കാം. മുൻ മാസ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 1/4/2025 നിലവിലെ റീഡിംഗ് റേറ്റ് 1/5/2025. അപ്പോൾ ഒരു മാസത്തിലേക്കാണ് നമുക്ക് വരുന്നത്. സാധാരണ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചോളം വീട്ടിൽ ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോഴാണ്. ഇതിപ്പോൾ ഓരോ മാസവും നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് ബില്ല് വരും. പിന്നെ താരിഫ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. താരിഫ് LT1A ഡൊമസ്റ്റിക് താരിഫ് എന്നുള്ള താരിഫിലാണ് നമ്മുടെ വീടുകളിലെ കണക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വരും. റീഡിംഗ് എടുത്തിൻ്റെ ടൈം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സോളാറിൻ്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏത് മോഡലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, എത്ര കിലോ വാട്ടാണ് നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി, അതുപോലെ നിലവിലെ ബാങ്കിങ് യൂണിറ്റ്. ഈ നിലവിലെ ബാങ്കിങ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര യൂണിറ്റ് നമ്മൾ KSEBിലേക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് KSEBിൽ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുകയും അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ KSEBിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് KSEBിയുടെ എത്ര യൂണിറ്റ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് ഈ ബാങ്കിങ് എന്നുള്ളതിൽ കാണാൻ പറ്റും. പിന്നെ മെയിൻ മീറ്റർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് മീറ്ററിന്റെ റീഡിംഗ് ആണ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇതിപ്പോൾ എന്ത് സ്റ്റാറ്റസിലാണ് ഉള്ളത് എന്നുള്ളത്, മുൻ റീഡിംഗ് ഡേറ്റ്, നിലവിലെ റീഡിംഗ് തീയതി, കാര്യങ്ങളെല്ലാം കാണിക്കും. കണക്റ്റഡ് ലോഡ് കാണിക്കും. നമുക്ക് LT1A താരിഫിന് ഇറസ്പെക്റ്റീവ് ഓഫ് കണക്റ്റഡ് ലോഡ് അനുസരിച്ച് നമുക്ക് സോളാർ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അത്യാവശ്യം ലോഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 10 ലോഡ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ 20 കിലോ വാട്ട് 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 20 കിലോ വാട്ട് വരെ സോളാർ ചെയ്യാനുള്ള അപ്രൂവൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. സബ്ജക്റ്റ് ടു ട്രാൻസ്ഫോമർ ലോഡ്. ട്രാൻസ്ഫോമറിൽ അത് അവൈലബിൾ ആണെങ്കിൽ 20 കിലോ വാട്ട് വരെ എനിക്കിവിടെ സോളാർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം പറയാനുള്ളത്. പിന്നെ റീഡിങ്ങും ഉപയോഗം, മെയിൻ മീറ്ററിലെ റീഡിംഗ് ആൻഡ് ഉപയോഗത്തിൻ്റെ ഡീറ്റെയിൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ KWHAL/I എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ KSEBിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നിലവിൽ ഉപയോഗിച്ച റീഡിങ്ങും മുൻ റീഡിങ്ങും എന്ന് പറഞ്ഞിട്ട് 2 റീഡിംഗ് കാണിക്കും. നിലവിലെ ഉപയോഗം മൈനസ് മുൻ റീഡിംഗ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉപയോഗം വരുന്നത്. മീൻസ് 431 യൂണിറ്റ്. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 431 യൂണിറ്റ് കിട്ടുന്നതാണ്. ഈ 431 യൂണിറ്റാണ് ഞാൻ ടോട്ടൽ KSEBിൽ നിന്നും എടുത്തിരിക്കുന്നത്. ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് KWH/AL/E എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഈ 3446 യൂണിറ്റ് ഇതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ആണ്. ഇത് മുൻ മാസത്തെ റീഡിംഗ് ആണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 520 യൂണിറ്റ് കിട്ടുന്നത് ഞാനിപ്പോൾ KSEBിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മളുടെ ഡേ ടൈമിലെ ഉപയോഗം കഴിഞ്ഞ് ഞാൻ KSEBിലേക്ക് കൊടുത്തിരിക്കുന്നത് 520 യൂണിറ്റ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് ജനറേഷൻ മീറ്റർ എന്നുള്ള ഒരു മീറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സോളാർ ഉപഭോക്താക്കൾക്കും അവരവരുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനി ഒരു മീറ്റർ വെക്കുന്നുണ്ട്, ടെസ്റ്റഡ് മീറ്റർ. അപ്പോൾ അതിൽ നമുക്ക് T1 ടൈം സോണിൽ നമുക്ക് ആ മീറ്ററിൽ റീഡിംഗ് കാണാൻ സാധിക്കും. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജനറേറ്റ് ചെയ്യുന്ന റീഡിംഗ് ആണ് ഈ T1 ടൈം സോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിന്റെ ഡേറ്റയാണ് ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മീൻസ് എക്സാക്ട്ലി ഇത് നമ്മുടെ ഇൻവേർട്ടറിന്റെ ഡേറ്റയുമായിട്ട് മാച്ച് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ മാസത്തെ ജനറേഷൻ മീറ്ററിന്റെ റീഡിംഗ് വരുന്നത് KWH/AL/I. അതിലും മുൻ റീഡിങ്ങും നിലവിലെ റീഡിംഗ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 634 യൂണിറ്റ് ജനറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മീൻസ് ഈ മാസം എനിക്ക് 634 യൂണിറ്റ് സോളാറിൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കണ്ടോ, എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് 520 ഉള്ളൂ. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പകൽ സമയം വീട്ടിൽ ഉപയോഗിച്ചതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സോളാറിന്റെ ജനറേഷൻ നടക്കുന്നത് പകൽ സമയത്താണല്ലോ. ആ പകൽ സമയം നമ്മുടെ പകൽ ലൈവ് ഉപയോഗം കഴിഞ്ഞുള്ളത് നമുക്ക് എക്സ്പോർട്ട് നടക്കുള്ളൂ. അപ്പോൾ അതാണ് ആ ഡിഫറൻസ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ശരാശരി, എല്ലാത്തിനെയും ശരാശരി ഇവിടെ സൈഡിൽ കാണിക്കും. എൻ്റെ ശരാശരി ഉപയോഗം കാണിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം കാണിക്കും. നിലവിൽ ഫിക്സഡ് ചാർജ് 310. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം. ഫിക്സഡ് ചാർജ് 310 എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. കാര്യം ഈ ബില്ലിന്റെ ഡേറ്റ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ്
മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. മീറ്റർ വാടക, ഞാൻ മീറ്റർ KCB റെന്റൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് 35 രൂപ മീറ്റർ വാടക വരുന്നു. അതും കൂടി കൂട്ടി 345 രൂപയാണ് ഞാൻ ഇപ്പോൾ KCBയിലേക്ക് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡേറ്റ ഈ ഒരു ബില്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ് ഈ പുതിയ ബില്ലിൻ്റെ അപ്ഡേറ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളോക്കർ. താങ്ക് യു.